അപ്പൊ അത് ശ്രദ്ധിക്കണം. ആപ്പി അത് പറ്റൂല. വീണ്ടും ഇറങ്ങി. ഇനിയും അമ്മായിക്ക് ഓൾറെഡി അമ്മായിക്ക് എത്ര ആപ്പിക്ക് ടിക്കറ്റ് ഇല്ല കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തൊക്കെയോ ആണ് ഞാൻ. അല്ല കുളിക്കാനറിയാ. വല്യമ്മന്റെ ആഗ്രഹപ്രകാരം അതേപോലെ തന്നെ ഇപ്പക്കും ആപ്പക്കും അങ്ങനെ അല്ലേ അമ്മയ്യ ഇല്ലാതെ കണ്ടോക്കിങ്ങള് മ്യൂസിക് ഇല്ലാതെ അപ്പൊ അറിയാം. അപ്പൊ ഇന്ന് കല്യാണത്തിന്റെ മോർണിംഗ് രാവിലെയാണ്. ഇനി ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി പോണം. അപ്പൊ ഞാൻ ഇപ്പന്റെ അടുത്ത് തന്നെ തുടങ്ങാന്ന് വിചാരിച്ച്. ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ കൂളല്ലേ? ഇപ്പൊ ഓക്കെയാണ്, സെറ്റാണ്. ഇതാ നമ്മളിവിടെ പന്തല് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വലിയ പരിപാടി ഒന്നുമില്ല, ചെറിയ പരിപാടിയാണ്. എന്നാലും പന്തലൊക്കെ ഒന്ന് സെറ്റാക്കി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. എന്റെ റൂം നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ചതാണ്. ഇനി നമുക്ക് എന്തായാലും ഇപ്പൊ ഞാൻ പോയി മാറ്റട്ടെ. അവരോട് സമ്മതമൊക്കെ ചോദിച്ച് നമുക്ക് ഇറങ്ങാം. അവിടെ ഉള്ളിൽ മാറ്റുണ്ട്, ബാക്കി എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളും വാ. എന്റെ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ, ഫിക്സ് ചെയ്ത് ഏതാന്നുള്ളത് മാറ്റലും കാണണ്ടേ. വരൂ വാ. സെലീക്ക ഈ റെഡി അല്ലേ? സെലീക്കിന്റെ അസിസ്റ്റന്റ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ? എടാ ഈ ചെക്കന്മാരെ കൊണ്ട് പണിയെടുപ്പിച്ച് ബാലപീഡനം ആക്കരുതിട്ടാ. എന്നാ വാ. കഴിഞ്ഞ റൂം ടൂറിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന എന്റെ ആ ബെഡ്ഷീറ്റ് ഇല്ലേ, അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ തന്നെ ഞാൻ ചേഞ്ച് ചെയ്താഞ്ഞ് വേറെ ആക്കി. ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയും. കഴിഞ്ഞതിലൊരു ചാണകത്തിന്റെ കളറുമായിരുന്നു, ഡാർക്ക് കളറായിരുന്നു. ഇപ്പൊ നോക്കി നിങ്ങള്. ഇപ്പൊ നിങ്ങൾ ബാക്കിൽ നിന്ന് കണ്ടോക്കെ. സെലിക്ക ഒന്ന് ആണ്ട് ഇതിട്ടെടുത്തേ മൂഡ്. അപ്പൊ നിങ്ങക്ക് ഈ ബെഡ് ഇതാണോ ഇഷ്ടമായത്, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ വീഡിയോയില് റൂം ടൂർ വീഡിയോയിലുള്ള ബെഡ്ഷീറ്റ് ആണോ ഇഷ്ടമായത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടോ. ഇതിന്റെ സെലക്ഷൻ, ഇതിന്റെ സൂത്രധാരക ആരറിയോ? ഇങ്ങോട്ട് വന്നേ. മന്ദം മന്ദം പാകിസ്ഥാനി ഡ്രസ്സിൽ മന്ദം മന്ദം വരുന്ന നമ്മുടെ ഹർഷ. ഹർഷേ, ഇത് എന്റെ കല്യാണാണോ എന്റെ കല്യാണാണോ? എന്റെ പെണ്ണിനെക്കാട്ടി എന്റെ പുതിയണ്ണിനെക്കാട്ടി ഇത് രസം വന്നു കഴിഞ്ഞാൽ അത് പറ്റൂല കേട്ടോ. അത് ശരിയാവില്ല. ഓക്കെ. അപ്പം എന്തായാലും ഹർഷയാണ് ആ ചാണകപ്പച്ച സെലക്ട് ചെയ്തത്. പിന്നെയും ഞാൻ സെലക്ട് ചെയ്ത ഒരു കളർ, അത് പിന്നെയും കുഴപ്പമില്ല, വൃത്തിണ്ട്. ഒലക്ക ചാണകപ്പച്ചയാണ് ഓള് സെലക്ട് ചെയ്ത സാധനം കേട്ടോ. എന്നിട്ട് അതല്ലേ ഒരു ഇമ്പറില്ല എന്ന് കാണുമ്പോ. ഇത് കാണുമ്പോ ഒരു അതുണ്ട്. ഏത് ആ ബെഡിൽ നമുക്കൊന്ന് കിടക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. വൈബ് ഉണ്ട്. അപ്പൊ എന്തായാലും അതുപോലെ തന്നെ വേറൊരു കാര്യം, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ പറയാ, ഞാൻ ഉപ്പന്റെ ഒക്കെ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഓഡിയൻസിന്റെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവണം. ഞാൻ എന്തായാലും കുളിക്കാൻ പോവാണ്. നിങ്ങളെല്ലാ സ്നേഹവും സപ്പോർട്ടൊക്കെ ഇതുവരെ ഉള്ളതിനെ കൊണ്ടാണ് നമ്മൾ ഇവിടെയൊക്കെ എത്തിയത്, കല്യാണം കഴിക്കാൻ പറ്റിയതും. ഓക്കെ, അത് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞാട്ടോ, ചളി എന്നൊക്കെ കൂട്ടാം. ഓക്കെ. അപ്പൊ എന്തായാലും ഞാനെന്താ കുളിക്കാൻ വേണ്ടി പോവാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്തൊക്കെയോ ആണ് ഞാൻ. അല്ല കുളിക്കാനറിയാ. സലീക്ക ക്യാമറാമാനോന്റെ പണിയെടുക്കുക. അതെ, ഞാനിന്നൊരു പുതിയ ആപ്പിളാണ്. കുളിച്ചില്ല, നീലക്കോയിലൊന്നും ഉണ്ടായിരുന്നേ കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാരോടും കുളിക്കാട്ടോ. റെഡി അല്ല? നിങ്ങൾ റെഡി അല്ല, ഞാൻ റെഡിയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും കുളിച്ചിട്ട് കാണാം. ബൈ. മാറ്റാൻ പോവാണ് കേട്ടോ. ഓൾറെഡി ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വെയർ ബോഡി ആയിട്ട് മൊത്തം ഇങ്ങനെ അതെന്നെ കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. ആയോ? നവാഫ് വന്നിട്ടുണ്ട്. കൈയിടട്ടെ? ക്യാമറാമാനോ റെഡി അല്ലേ? എനിക്ക് നല്ല സുഹൃത്തുക്കളാ, അതുകൊണ്ട് ഒരു എന്ത് കാര്യത്തിനും അതെന്ത് കാര്യത്തിനും ഇത് എന്റെ ഫ്രണ്ടായിട്ടാ നിന്റെ നവാഫെ. എന്റെ ഫ്രണ്ട് പറഞ്ഞു കൊടുക്ക. ചെക്കന് കഥ പറഞ്ഞു കൊടുത്തില്ല. അതെ, അവിടെ ഒറ്റ മിനിറ്റ്. അതായത് ഇവന് എന്റെ ഫ്രണ്ട് ആയിട്ടാണ് എന്റെ ഫ്രണ്ട് ആയത്. അതായത് ഇവൻ ചെക്കൻ ചെറിയ ചെക്കനായിരുന്നു ആ ടൈമില്. അതുകൊണ്ട് ഓനെ ഒഴിവാക്കിയല്ല, ഓനെ ഞാൻ എന്ത് ചെയ്ത് കൊടുത്ത്, ഇവൻ നല്ല കുട്ടിയായതുകൊണ്ട് നമ്മൾ അനിയന്മാർക്ക് ഇവനെ കൊടുത്ത്. നല്ലത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അനിയനും അനിയത്തിക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ വരുമ്പോ നമ്മൾ അത് ഇതാക്കി പകർന്നു കൊടുക്കണം എന്ന് പറഞ്ഞ മാതിരി. ഇപ്പൊ നല്ലൊരു ചെക്കനാണ്, അപ്പൊ അതുകൊണ്ട് അനിയന്റെ കൂടെ ഇരിക്കട്ടെ. അതായത് ചില പഴയ സാധനങ്ങൾ അനിയന്മാർക്ക് കൊടുക്കൂല.
അങ്ങനെ കൂട്ടരുത്. അതൊരുമാതിരി നിങ്ങളെ ചിന്താഗതിന്റെ പ്രശ്നമാണ്. നമ്മൾ ചെയ്തതിന്റെ പ്രശ്നമല്ല. നമ്മൾ നല്ലതേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ നല്ലൊരു ചെക്കനാണ്. കൈയിട് ഓക്കെ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കൂട്ടരൊക്കെ ശർവാണിയാണിത്. നമ്മുടെ മിസ്റ്റർ ഗ്രൂമിന്റെ ഇക്ക എനിക്ക് എന്താ പറയാ സാധിക്ക 4 ദിവസം കൊണ്ടാണ് ഈ സാധനം ഓരെന്നെ പറഞ്ഞ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് സെറ്റാക്കി എനിക്ക് തന്നു. എന്നോട് പറഞ്ഞ ഒരു പേടി പേടിക്കുന്നതായിട്ട് സെറ്റ് ചെയ്ത് തന്നെ. അത് ഇത്രയും അതിനിപ്പോ സിങ്കിന്റെ ഡ്രസ്സാണെങ്കിൽ പോലും ഞങ്ങൾ ഭയങ്കര ഇതായിരുന്നു. എന്താ പറയാ ടൈമിങ് തീരെയില്ല. അതിനുള്ളിൽ ഇതൊക്കെ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. അതിന് കുറെ നല്ല ആൾക്കാരെ കിട്ടി. അതൊക്കെ നല്ലൊരു കാര്യമാണ്. പിന്നെ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്. അതെ, അവര് അതുകൊണ്ട് ടൈമിന് വരുള്ളൂ. ഞാൻ ഇറങ്ങുമ്പോ അതാണല്ലോ ടൈമിങ്. ഡ്രസ് ചെയ്ത് കൊടുത്തോ? അതല്ല ഇത് ഇടണമെന്ന് നിർബന്ധമുണ്ടോ? എനിക്ക് കിക്കിളിയാവുന്നു. അതെ, എനിക്ക് ടൈറ്റുള്ള മറ്റേ കഴുത്ത് കുറച്ചുള്ള ടീഷർട്ട് ഇടുമ്പോഴും അതുപോലെ ഇവിടെ കൊടുക്കിടുമ്പോഴും ഇങ്ങനെ കിക്കിളിയാവും. നിങ്ങൾക്ക് കിക്കിളിയാവാറുണ്ടോ? അല്ലേ? അതെ അതാണ് ചെറിയ ചെക്കനാ ഞാന്. നിങ്ങൾക്ക് കിക്കിളി വന്നിട്ടുണ്ട് ഇങ്ങനെയെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. അതേ ഉള്ളൂ. അല്ല, നമ്മുടെ ഓഡിയൻസിന്റെ അഭിപ്രായങ്ങൾ എപ്പോഴും മാനിക്കാറുണ്ട്, നമ്മൾ നോക്കാറുണ്ട്. നമ്മൾ അവരെ അഭിപ്രായത്തില്ല. കാരണം അല്ലെ, അവരും നമ്മുടെ ലൈഫിലെ ഒരു പാർട്ടാണല്ലോ. അപ്പൊ നിങ്ങളും നമ്മുടെ ലൈഫിലെ മെമ്പേഴ്സ് ആണ്. ഞാനൊന്ന് ഡ്രസ്സപ്പ് ചെയ്യട്ടാ പോയിട്ട്. എന്റെ ഫ്രണ്ട്സ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നോക്കണം. ഇതുവരെ നല്ല ഫ്രണ്ട്സാ. നിന്റെ കല്യാണമാണ്. എടാ നിന്റെ പരിപാടിയാണ്. എന്റെ റൂമിൽ അപ്പുറത്തെ മാറ്റിക്കാൻ പോലും ഇവിടെ ആരില്ല. എന്നെ മാറ്റിക്കാൻ ആരും. ഓ, ഇതൊന്ന് ഷോർട്ട് എടുക്കട്ടോ. ഇതിന്റെ ഇടയിൽ കൂടെ നീ എന്റെ ഫ്രണ്ടാന്ന് നീ പിന്നെയും പറഞ്ഞു. എന്റെ ഫ്രണ്ട്സ് എവിടെ നീ പിന്നെയും ചോദിക്കുന്നത് എന്തിനാണ്? അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ അങ്ങനെ നമ്മളെ അളിയനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അളിയ ഒത്തിരി വൈകി പോയിട്ടോ. എന്റെ സുഹൃത്തുക്കളൊക്കെ നേരത്തെ വന്നിരിക്കുകയായിരുന്നു. ആണല്ലേ? എന്റെ പെങ്ങള് പിന്നെ അങ്ങനെയാണ്. അല്ല കുഴപ്പമില്ല, അത് പോയിക്കോട്ടെ. വേറെ നമ്മുടെ ഈ കട്ടിങ്ങും ട്രാൻസിഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഇത്രയും ടൈം കഴിഞ്ഞിട്ട് ഈ കാണണം. നോക്ക്, എന്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിലയേറിയ സുഹൃത്തുക്കളാണ്. അവരെല്ലാത്തിനും ഓൺ ടൈം ഒക്കെ പ്രസന്റ് ആയിരിക്കും. എല്ലാ കാര്യത്തിനും എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ടൈപ്പ് സുഹൃത്തുക്കളാണ്. ലേറ്റ് ഇവിടുത്തെ ഇതൊക്കെ ഒരു ഹമുക്ക്, മറ്റൊരു ഹമുക്ക്. ബ്ലോക്കോ? ഇവനെ ഞാന് ബാത്റൂമിൽ കയറുമ്പോ ഞാൻ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടാണ് ഇവൻ വന്നത്. പിന്നെ നമ്മളതൊക്കെ പിന്നെയും കൊച്ചിന്ന് വരാൻ വിചാരിക്കാം. കൊച്ചിന്ന് വന്ന് വീട്ടിൽ കിടന്നുറങ്ങി 11 മണി 12 ആകുമ്പോ എണീറ്റ് വന്ന് 12 മണിയാ. അതെ. അല്ല, വേറൊരു കാര്യമുണ്ട്. നമ്മള് കള്ളത്തരം പറയാൻ വിചാരിക്കും 11 കാലമായിട്ടുള്ളൂ. അല്ല, ഞാൻ 7 മണിക്ക് മാറ്റുന്ന ഇവരോട് പറഞ്ഞത്. 7 മണിക്ക് പറഞ്ഞിട്ട് 11 എത്തിയ മഹാന്മാരാണ് ഇവര് കേട്ടോ. മഹാന്മാര്. അവിടേക്ക് വെളിച്ചുണ്ടോ കേട്ടോ? എന്താ നിങ്ങള്? അതെ, ഇവര് കൈയൊക്കെ ഒന്ന് വെറുതെ പിടിച്ചോ. ഇത് ഇടാൻ നിങ്ങൾ എന്തായാലും ഉണ്ടായില്ല. വെറുതെ പിടിച്ചോ. ഇതിങ്ങനല്ല നിങ്ങൾ കാണേണ്ടത്. ഓഡിയോ ഇല്ലാതെ കണ്ടോക്കിങ്ങള്, മ്യൂസിക് ഇല്ലാതെ. അപ്പൊ അറിയാം.
എന്തെങ്കിലൊക്കെ പറഞ്ഞാൽ നിങ്ങളെ പോലത്തെ ഒരു ഫ്രണ്ട്സിനൊക്കെ കിട്ടി എന്റെ കാര്യം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തരട്ടോ. ഓക്കെ അല്ലടാ, പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തരട്ടോ. ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു കാര്യം മറന്നുപോയി. ഏതായാലും ഒരു ലേറ്റ് ആയി വന്നല്ലെന്നാ പെർഫ്യൂം അടിച്ചോ? പെർഫ്യൂം ലാബോ പെർഫ്യൂമിന്റെ ലബോ പെർഫ്യൂം. ഓക്കെ, അടി കാരണവന്മാരാണ് അടിക്കേണ്ടത്. അതെ. എന്താ നിനക്ക് ഇതൊരു 15 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ അടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. മതി, സെറ്റാ. ഒന്നുകൂടി കുറച്ചുകൂടി വേണ്ട? വേണ്ട, അത്ര അടിച്ചിട്ടുണ്ട്. കിടന്നോട്ടെ, ഒരു പുയ്യാപ്പിളല്ലേ? ഞാൻ കാറിൽ കയറുന്നവർക്ക് പോണ്ടേ? ആണല്ലേ? അല്ല, ഇവരെ രണ്ടാളും കണ്ടിട്ട് എന്റെ സുഹൃത്തുക്കൾ ആരും പരിഭ്രമം തോന്നരുത്. കാരണം എന്താണ്, ചെറിയ പരിപാടിയാ. പിന്നെ ഞമ്മക്ക് ഇതൊക്കെ ഒന്ന് വെച്ചരാൻ ആരെങ്കിലും വേണമല്ലോ ചേച്ചി. ഇവിടെ തൊട്ട അയൽവാസികളായവരെ വിളിച്ചതാട്ടോ. വരി. അതെ, അല്ലല്ല, ഇപ്പൊ നമ്മളെ തൊട്ട അയൽവാസി ഇവിടെ യൂണിവേഴ്സിറ്റി, ഓനെ നമ്മളെ തൊട്ട അയൽവാസി ഇവിടെ ടൗണില് ഏത് നടക്കാവ് മങ്ങൽത്തമ്മന്റെ വക എന്തോ കിട്ടിയിട്ടുണ്ട് കേട്ടാ. അത് പിന്നെ ഞമ്മക്ക് പണ്ടും ഇന്നും അത് അതിന്റെ ഒരു ബർക്കത്തുണ്ട്. അതായത് എപ്പോഴാണെന്നുണ്ടെങ്കിലും മങ്ങൽത്തമ്മന്റെ അടുത്ത് പോകുമ്പോൾ മങ്ങൽത്തമ്മ ചേർത്ത് അത് എത്ര വലുതായാലും ചെറുതായാലും കിട്ടുന്ന വേറെ തന്നെ ഒരു ഇതാണ്. അപ്പൊ ഇതാ ജസ്റ്റ് ഒരു ഫോട്ടോ സെഷനാണ്. കുടുംബക്കാരും വീട്ടുകാരും, കുടുംബക്കാര് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഭയങ്കരമായിട്ട് കുറച്ച് ആൾക്കാർ നമ്മളെ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ അവിടെ ഒന്ന് സറൗണ്ടിൽ തിരിച്ചേ. തൊട്ട നമ്മളെ ഈ തൊട്ട അയൽവാസികളും ഇവര് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ എന്നും ഫാമിലി കേട്ടോ. ഇത് മൂത്താപ്പ, ഇതാണ് നമ്മുടെ കുടുംബത്തിലെ മൂത്തത്. അത് കഴിഞ്ഞ എൻ്റെ ഉപ്പ, അത് കഴിഞ്ഞാല് അമ്മായി. ഏറ്റവും അമ്മായി പെട്ടെന്ന് വന്നപ്പോ ഞാൻ പേടിച്ചു പോയി. ഏതായാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞ് തെറ്റിപ്പോയോന്നുള്ളത്. അപ്പൊ ഏറ്റവും ചെറുതാണ് ആപ്പ. അപ്പൊ ഇതില് നമ്മൾ ഒരാള് മാത്രമേ നമ്മളിൽ കുറവുള്ളൂ. നമ്മളെ വല്യമ്മ ഭയങ്കര ആഗ്രഹിച്ചായിരുന്നു ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ഈ ഒരു കൂട്ടിക്കൊണ്ടല് നടത്തിയത് വല്യമ്മന്റെ ആഗ്രഹപ്രകാരം. അതേപോലെ തന്നെ ഇപ്പക്കും ആപ്പക്കും, ആപ്പ നാളെ പോവാണ്. അപ്പൊ ആപ്പക്കും ഭയങ്കര ഇതുണ്ടായിരുന്നു പെട്ടെന്ന് നമ്മൾ ഇതാക്കണമെന്ന്. അങ്ങനെ അല്ലേ അമ്മയ്യ? എടി, ഇതെന്താന്നറിയില്ല, കുട്ടികളൊക്കെ അടുത്ത് വന്നിട്ട് എന്നെ ഉന്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാക്ക നല്ല ഡ്രസ്സിൽ ഇട്ട് നിൽക്കണ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ? ആണ്, അതാണ് അത് നോക്കണ്ടാവൂലേ? വലൈക്കും സലാം. അടിപൊളി തിളങ്ങണുണ്ട്. അതെ അതെ അതെ. ഇത് കണ്ടോ, മറ്റേ ക്യാമറ എടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുക്കട്ടെ പറഞ്ഞ് ഞാൻ കേറിക്കണമാരില്ലേ? നെസറിത്താത്ത കേട്ടോ ഉന്തിയിട്ട് പുറത്തേക്ക് ഇടുന്നു. അതാ പുറത്തേക്ക് ഇടുന്നു. ഒരു ഗ്യാപ്പ് വരും. ഞാൻ പിയാപ്പിളാണ്. അത് ആപ്പിക്ക് ടിക്കറ്റ് ഇല്ല കേട്ടോ. അതെ, അതെന്തെങ്കിലും ഒന്ന് സാങ്ഷൻ ആക്കാനുള്ള ആപ്പി ഇന്നലെ മുതൽ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്റെ പെങ്ങന്മാര് വരിക പെട്ടി കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോ ആപ്പി ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ആപ്പിക്ക് ഇപ്പോഴും ഉമ്മ ടിക്കറ്റ് ഉണ്ടോ ആപ്പിക്ക്? ഇല്ലല്ലേ? അപ്പൊ ആപ്പിക്ക് ടിക്കറ്റ് ഇപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ. വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ആരെങ്കിലും ഒഴിവായ ആപ്പിന്റെ ലിസ്റ്റ് വാങ്ങി കയറും. ആപ്പിക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ. ജെസിന്റെ ആപ്പി ആകട്ടെ, ആപ്പി കരയുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊക്കെ. പക്ഷെ ആപ്പി ഒരു കാര്യം, ആപ്പിക്ക് വലിയൊരു ചുമതല ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്താ അറിയോ? ആപ്പിക്ക് നിലവിളക്കും അതേപോലെ വലത്തെ കാലാണല്ലോ ഇടത്തെ അത് കറക്റ്റ്. ഇനിയിപ്പോ കാലെടുത്ത് വെക്കാൻ പോകുമ്പോ ആപ്പി പറഞ്ഞു അതറിയോ? ആപ്പി ഇങ്ങനെ നിൽക്കുമ്പോ ഇപ്പുറത്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടാ ആപ്പിയ. അപ്പൊ അത് ശ്രദ്ധിക്കണം. ആപ്പി അത് പറ്റൂല. അതായത് ആപ്പി എന്ത്
ആപ്പി എന്ത് മറ്റേ കേറുന്ന ടൈമിൽ എന്ത് ചെയ്യണം? ആപ്പി നോക്കുക. ഇപ്പോഴേ ട്രയൽ അടിച്ചു നോക്കി. ഒരാളെ വിളിച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ ആരാ നിൽക്കണെന്ന് വെച്ചാൽ ഓരോ കുട്ടികളെ കൊണ്ട് കയറ്റിയിട്ട് നോക്കാം. പ്രാക്ടീസ് ചെയ്യാം. അതെ, അപ്പൊ ഈ കാര്യം മനസ്സിലായിട്ട് അപ്പൊ ആപ്പിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. പറ്റൂലെന്ന്, കല്യാണം കഴിക്കാൻ പറ്റൂലെന്ന് എന്നോ പറഞ്ഞു. അതെ, തീരെ നമ്മള് മാമൻ കല്യാണം കഴിക്കട്ടെ. കണ്ട ഇപ്പോഴും ശരിയായിട്ടില്ല. മാമൻ ഇന്ന് എന്തായാലും കെട്ടും. ഞാൻ ഈ ഡ്രസ് ഇട്ടിട്ട് അപ്പൊ എന്തായാലും കെട്ടും. കെട്ടട്ടെ? മാമൻ കെട്ടട്ടെ? അത് കണ്ടോ ഇപ്പോഴും റെഡി ആയിട്ടില്ല. എനിക്ക് മുട്ടായി മേടിത്തരാം, എന്നാ മാമൻ കെട്ടട്ടെ? അതാ എന്ത് പറഞ്ഞാലും ഓൻ സമ്മതിക്കുന്നില്ല. മാമ ഒന്ന് കെട്ടിക്കോട്ടെ. അതാ എടാ നോക്ക് മാമന് ഈ ഡ്രസ്സൊക്കെ എടുത്തു പോയി. ഇനി എന്താ ചെയ്യാ? ഒന്ന് കെട്ടിക്കോട്ടെ. ശരിയാവണില്ലല്ലോ അത് എന്ത് പറഞ്ഞാലും. മുട്ടായി മേടിച്ചാൽ അപ്പളോ? അതെ, പോട്ടെ. അപ്പൊ ഇറങ്ങാട്ടോ, ഇറങ്ങാണേ. സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞതിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എത്ര അവസരങ്ങളാണ് ഞാൻ ആലോചിക്കുന്നില്ല അമ്മായിയെ. അമ്മായിക്ക് അറിയില്ല, പണ്ട് നിക്കായിനും ഞാൻ അതേമാതിരി പറഞ്ഞിറങ്ങിയതാ, വീണ്ടും ഇറങ്ങി. ഇനിയും അമ്മായിക്ക് ഓൾറെഡി അമ്മായിക്ക് എത്ര ഉമ്മ കൊടുക്കുമ്പോ പോട്ടോ ഇറങ്ങാണ്. അതെ, ആപ്പി കനത്തില് പറയുന്നുണ്ട് ഉണ്ടാവുന്നുള്ളത്. ആപ്പി ശ്രദ്ധിക്കണം മറ്റേ പറഞ്ഞ കാര്യമൊക്കെ. എത്ര വട്ടം പറഞ്ഞു. ഇപ്പൊ എന്റെ ഒരേ ഒരു പെങ്ങള് എന്തിനാ അല്ലേ 4-5 ഒരേ അമ്മായി ഇതേപോലത്തെ പോലെ കണ്ടില്ലേ, വാരി തരുന്നുണ്ട്, നമ്മളിവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്, നമ്മളെ കൂടെ എല്ലാ എൻജോയ്മെന്റിനും ഉണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്, ശാസിക്കാനും സ്നേഹിക്കാനും അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനിതാ ഇറങ്ങാണ്. നമ്മൾ ആൾക്കാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇതന്നെ ഒരു ലെങ്ത് ആയിട്ടുണ്ടാവും. കുറെ സാധനം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് ഞാൻ സിംഗിനെ കാണാൻ പോകുന്ന അവളെ കൂട്ടിക്കൊണ്ടുവരണം. നമുക്ക് അതൊരു അടുത്ത എപ്പിസോഡ് നമുക്ക് ആക്കാം, പാർട്ട് 2 ആക്കാം. എന്താ പറയാ, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൂടി ആക്കുമ്പോൾ നമ്മൾ ഒരു അരമണിക്കൂറിൽ ഒതുക്കുമ്പോൾ കുറെ ഒഴിവാക്കേണ്ടി വരും. സെലിക് ഫോട്ടോഗ്രാഫി അതന്നെ അല്ല നിയാസ, അതല്ല അതിന്റെ വൃത്തി. അതാവുമ്പോ നിങ്ങൾക്ക് ഈ സാധനത്തിന്റെ രസങ്ങളും കിട്ടും, അതിന്റെ രസങ്ങളും ഒക്കെ കിട്ടും. ഞാൻ അവളെ കാണുന്ന നിമിഷമൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ വരുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിച്ചോളി. ഞാനിതാ പോട്ടെ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.